ഇനി നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇന്ന് ദേശാഭിമാനിയുടെ എഡിറ്റ് പേജിൽ മുഖ്യമന്ത്രിയുടെ ലേഖനം വന്നിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തിയുണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകളെ കോൺഗ്രസ് ഭിന്നിപ്പിച്ചു. ദില്ലിയിലെ ബി വിജയത്തിന് കാരണം കോൺഗ്രസ് ആണെന്ന് പറയുക മാത്രമല്ല, യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് എങ്ങനെയാണ് കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയുക എന്നൊരു ചോദ്യം, അത് ലീഗിനെ മുൻനിർത്തിയാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് ഈ സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് ബി ജെ പിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് എന്ന തലക്കെട്ടോടെ വളരെ രൂക്ഷമായ വിമർശനങ്ങളുമായി ലേഖനം വന്നിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ മുഖ്യമന്ത്രി പറയുന്നത്? കോൺഗ്രസിന് രൂക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ലേഖനത്തിൽ ഉള്ളത്. ബി ജെ പിക്ക് മണ്ണൊരുക്കുന്ന കോൺഗ്രസ് പലപ്പോഴും മുഖ്യമന്ത്രി പ്രസംഗങ്ങളിലൊക്കെ പരാമർശിക്കുന്ന കാര്യമാണ്. പക്ഷേ അതിരൂക്ഷ വിമർശന രൂപത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഈ ദേശാഭിമാനി ലേഖനത്തിൽ ഉള്ളത്. പ്രധാനമായും അദ്ദേഹം പറയുന്നത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണ്. ഇല്ലാത്ത ശക്തി ഉണ്ടെന്ന് കാട്ടി മതനിരപേക്ഷ വോട്ടുകൾ കോൺഗ്രസ് ഭിന്നിപ്പിക്കുക. ഇതിന്റെ ഗുണം കിട്ടിയത് ബി ജെ പിക്കാണ്. ദില്ലിയിലെ ബി ജെ പി വിജയത്തിന് കാരണവും കോൺഗ്രസ് ആണ്. ഇക്കാര്യം ലീഗ് ആലോചിക്കണമെന്നാണ് മുഖ്യമന്ത്രി ലേഖനത്തിൽ വ്യക്തമാക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ലീഗും കൂടി ആലോചിക്കണം. യഥാർത്ഥ മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാകുമോ എന്ന് മുഖ്യമന്ത്രി ലേഖനത്തിൽ ചോദിക്കുന്നു. മുസ്ലിം ലീഗിനെ പോലുള്ള പാർട്ടികൾ അത് ആലോചിക്കണം. കോൺഗ്രസിന്റെ വാക്ക് ഒരു വഴിക്കും പ്രവൃത്തി മറ്റൊരു വഴിക്കുമാണെന്ന് മുഖ്യമന്ത്രിയുടെ വിമർശനമുണ്ട്. സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ഇത്തരം ലേഖനം ദേശാഭിമാനിയിൽ പിണറായി വിജയൻ എഴുതിയത്. വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രിയുടെ ലേഖനം. ബി ജെ പി അധികാരത്തിലെത്തിച്ചത് കോൺഗ്രസ് ആണെന്ന വിമർശനം തൊട്ട് എങ്ങനെയാണ് മതനിരപേക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസിനെ വിശ്വസിക്കാനാവുക എന്നും CPM സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ മുഖ്യമന്ത്രി ചോദിക്കുന്നു.